മഴ പെയ്യുമെന്തോ മഴക്കാറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ഫോർ പീപ്പിളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇത്ര മുട്ട വെച്ച് നമ്മളൊരു പുതിയ മോഡലിൽ ഈ മുട്ടനെ നമ്മൾ ചിക്കി വറുക്കാൻ പോകും. നിങ്ങൾ കണ്ടോ ഇത്ര മുട്ട വെച്ച് നിങ്ങൾ എന്താ ചെയ്യുമെന്ന് വിചാരിക്കണ്ടോ? അപ്പോൾ നമ്മൾ മുട്ട ചിക്കി എടുക്കാൻ പോകുന്നു. എത്ര മുട്ട ഉണ്ടാവും? 100-120 മുട്ട ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി അടിപൊളിയാക്കി ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. എന്ത് പറയണേ? ഒന്നും പറയാനില്ല, അരിഞ്ഞോ. മിനിറ്റ് ഏകദേശം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഉള്ളൂ അറിയാം. നമുക്കിനി ഇതിലേക്ക് ബട്ടർ വെച്ച് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി ആക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ആക്കണേ. എല്ലാം കൂടി ആവണം. ഓയിലിന് പകരം ബട്ടർ ഇടണം. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിൻ്റെ മേലെ എല്ലാവിടെയും ബട്ടറൊക്കെ ഒന്ന് ആക്കി ഇട്ടേക്ക് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായി വണക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി കൊട്ടാം. നല്ല പഴുത്ത തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഇതിലൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. മെയിനായിട്ട് ഇതിൽ മെയിൻ പറഞ്ഞാൽ ഈ ഇളക്കണം. ഇറ്റ് ദ ലാസ്റ്റ്. ഓക്കെ, ഇളക്കലാണ് ഇതിൻ്റെ മെയിൻ. ഇളക്കൽ. അപ്പോൾ നമുക്ക് ഇനി ഒരു ക്യാബേജ് അങ്ങ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇട്ടിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഉപ്പ് നല്ല ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് മുളക് പൊടി ഒന്നും ഇട്ട് കൊടുക്കാം. എല്ലാവരുടെയും നമ്മൾ കാശ്മീരി ചില്ലി എടുത്ത് നമ്മൾ എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതലിടാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി വിടാം. മുളക് ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് വീണ്ടും നമുക്ക് അപ്പോൾ നമുക്ക് ഇതൊക്കെ സൈഡാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ബട്ടർ ആക്കിയിട്ട് നമുക്ക് മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചിടാം. ഇനി നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചിടാം. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോഴേ ചെയ്ത പോലെ നമുക്ക് കുറച്ച് സെൻട്രൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കാം. ഇനി നമ്മൾ മുളക് അരിഞ്ഞതും കുറച്ച് ബട്ടർ ഇട്ടിട്ട് പിന്നെ ബാക്കി ഒരു ട്രേ മുട്ടയും കൂടെ ഇടാം. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് വെച്ച മുളക് ഇടാം. പച്ചമുളക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ബാക്കി ബട്ടറും കൂടി ഇടാം. തേർഡ് റൗണ്ടാണ് ബട്ടറിൻ്റെ തേർഡ് റൗണ്ടും പിന്നെ നമ്മൾ മുട്ട കൂടെ മുട്ടേൻ്റെ സെക്കൻഡ് റൗണ്ടും. ഇനി നമുക്കിതിലേക്ക് മുട്ട പൊടിച്ചിടാം. ഈ മുട്ട ഒരു സംഭവം തന്നെ. മുട്ട വേണ്ടി പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. മുട്ട അത്രയ്ക്ക് നല്ലൊരു സാധനമാണ്. സുരേ, ഞാൻ ചോദ്യം ചോദിക്കട്ടെ. അത് നീ ഉത്തരം പറയോ? നീ പറ, ചോദിക്ക്. മുട്ടയാണോ വന്നത് അതോ കോഴിയാണോ ആദ്യം വന്നത്? എന്താ പറയാ? അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിയുന്നവർ കമൻറ്റിൽ ഇടുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം ഇത് ലാസ്റ്റ് ലെവലെത്തിയിട്ടുണ്ട്. റൗണ്ട് 2 ഒക്കെ കഴിഞ്ഞ് ഫൈനലെത്തിയിട്ടുണ്ട്. അതായിട്ട് ഒരൊറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ളൂ. ഫൈനലെത്തിയില്ല, ഒരു സെമി ഫൈനലെത്തിയിട്ടുണ്ടാവും. സെമി ഫൈനലെത്തിയിട്ടുണ്ടാവും. ഫൈനലും കഴിഞ്ഞ് ഗ്രാൻഡ് ഫിനാലും കഴിഞ്ഞ് നമുക്കൊരു പിടി പിടിക്കാം. ഇത് നമുക്ക് നമ്മുടെ മല്ലിയിലാണ് വെതറിടാം. മല്ലിയില വെതറിട്ടിട്ട് ഒന്ന് ഇളക്കി വിടാം കേട്ടോ. കാരണം നമ്മൾ മല്ലിയില ചൂടാക്കണ്ട, റഫായിട്ട് ഇങ്ങനെ ഇടാം. അപ്പോൾ നല്ല കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
സ്ക്രാമ്പിൾഡ് എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. അത് പറഞ്ഞാൽ ചിക്കി എഗ്ഗ്. അപ്പോൾ നമ്മളിതിൽ കഴിക്കാൻ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബ്രെഡാണ്. നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി സാധനം. നല്ല മണല്ലേ? മണം നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കണേ. കഴിക്കാൻ തോന്നുന്നുണ്ട് നന്നായിട്ട്. ഇതോ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ബണ്ണും സ്ക്രാമ്പിൾഡ് എഗ്ഗും അടിപൊളി. നല്ല കറക്റ്റ് എരിവ് എല്ലാം കറക്റ്റായിരുന്നു, പെർഫെക്റ്റ്. അപ്പോൾ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗും സോഫ്റ്റ് ബ്രെഡും ഒരു രക്ഷയില്ല, സംഗതി സെറ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് വലുതായിട്ട് ചെയ്ത് നോക്കിയതാണ്, ഞങ്ങളിത് കുറച്ച് ചെറുതായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഞങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ ഞങ്ങളുടെ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ തീർച്ചയായും രേഖപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. തുടർന്നും വ്യത്യസ്തമായ സ്പെഷ്യൽ ഫുഡിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനിയും വ്യത്യസ്തമായ ഫുഡായി അടുത്ത വീഡിയോയിൽ കാണാം. അതന്നെ, അതുവരെ ബൈ. ടേക്ക് കെയർ.